കുറച്ച് നാൾ മുമ്പേ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് നമ്മൾ തിരുവാതിരയൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അതിലൊരു ഫ്രണ്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ കറിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ശരിക്കും തേങ്ങാപ്പാലിലൊക്കെ ഉണ്ടാക്കിയാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും നമ്മൾ തേങ്ങയൊന്നും കിട്ടാത്ത ആൾക്കാർക്കായിരിക്കും ഇത് ഉപകാരപ്പെടുക. കാരണം ഇത് പശുവും പാലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് പെരുംജീരകമോ അല്ലെങ്കിൽ നല്ല ജീരകമോ കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സവാളയും അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. അതും നന്നായി വഴറ്റി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് വെള്ളത്തിൽ കലക്കി വയ്ക്കാം. അപ്പോൾ ഈ ഗ്രേവി പാകമായിട്ട് വരുന്ന സമയത്താണ് നമുക്ക് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ഒരു ഗ്രേവിയുടെ കറക്റ്റ് നമുക്ക് പാലൊക്കെ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കണക്കുണ്ടല്ലോ, നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു കണക്കുണ്ടാവുമല്ലോ. ആ കണക്കിന് അത്ര പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പാൽ ഒഴിച്ചതിന് ശേഷം ഈ അരിപ്പൊടി കലക്കിയതില്ലേ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഈ ഗ്രേവി പാലൊക്കെ ഒഴിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ പാലും അരിപ്പൊടിയും കൂടെ മിക്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണതില്ലേ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ വീട്ടിൽ എരിവ് നമ്മൾ കഴിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു പാകമുണ്ടല്ലോ, ആ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കറിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരും. ആ സമയത്ത് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ. ഇത് ചപ്പാത്തി, പിന്നെ പത്തിരി, നൂലപ്പം, പിന്നെ പൊറോട്ടയ്ക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ.